നീ 100 വരെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്ക്. അപ്പോഴേക്കും എന്റെ ഫ്രണ്ട് എന്തായാലും വരും. അമ്മേ തായേ, ആ ശ്രീരാമചന്ദ്രനോടൊന്ന് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ വിശപ്പിന്നൊന്ന് രക്ഷിക്കാമോ? ഹായ് ഹായ്. എന്താ ഫ്രണ്ട് ഇത്ര ലേറ്റ് ആയത്? അത് അയ്യോ ശ്രീരാമചന്ദ്ര, കുറച്ച് ദൈവം കാണിക്കടാ. നിന്റെ ഈ ഭക്തിക്ക് ഇനിയും വയറിങ്ങനെ കാലിയാക്കി ഇരിക്കാൻ കഴിയില്ല. വാമോനെ ഇരിക്കടാ. പാവ ഒറ്റയ്ക്കല്ലേ നിക്കണത്. ഉത്സവ ദിവസം കൂടിയാ. അകത്തേക്ക് ഇനി പ്രത്യേകം വിളിക്കണം. നീയും വാടാ. എടോ, ഏത് ഗ്രഹത്തിൽ നിന്നാടോ താൻ വന്നേ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഏമ്പക്കം വിടുന്നോ? അത് ആക്ച്വലി ഏമ്പക്കമല്ല, ചുമ. ഫ്രണ്ട്, ദിസ് ഇസ് ഫോർ യു. ഡേറ്റ്സ്, there is a ragi biscuit, dry fruit laddu. ഇങ്ങോട്ട് വരുന്നതിന് എന്തിനാ ഈ പുറത്തുനിന്ന് സാധനം വാങ്ങുന്നേ? Okay. സീതമ്മ, ഞാൻ തിന്നോളാം, സാരമില്ല. താങ്ക് യു ഫ്രണ്ട്. You're welcome. സദ്യ കഴിച്ചാലോ? ഭക്ഷണം ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം. സീതമ്മ, അങ്ങനെയാണെങ്കിൽ ഞാനും കുറച്ചേരം കഴിഞ്ഞേ കഴിക്കുന്നുള്ളൂ. എന്താടാ, രാവിലെ മുതൽ അവൾ ഒന്നും കഴിക്കാതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. രാവിലെ തന്നെ ഇഞ്ചക്ഷൻ എടുത്തതല്ലേ, ഇനിയും കഴിക്കാൻ വൈകിയ അവൾക്കും പ്രശ്നമാവും. ഫ്രണ്ട്, നീ ഇനി ആഹാരം കഴിച്ചില്ലേ? ഞാൻ നിന്റെ കൂടെ ഇരുന്നേ കഴിക്കൂ. I'm sorry my friend. ഞാൻ നിന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കും. ഓക്കെ അല്ലേ? താങ്ക് യു ഫ്രണ്ട്. ഫ്രണ്ട്, നിനക്ക് ചക്രമൊക്കെ പണിഞ്ഞിരിക്കാൻ അറിയില്ലേ? ചക്രം പടിഞ്ഞോ? എന്നുവെച്ചാ ഇങ്ങനെ ഇരിക്കുന്നത്. ചക്രം പടിഞ്ഞ്. പാൻ്റ് ഇട്ടത് കൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഒരു മുണ്ട് തരട്ടെ? അയ്യോ, ഓ വേണ്ട സാർ, പാന്റ് മതി. വെരി കംഫർട്ടബിൾ. സീത, നീ ഉണ്ടാക്കിയ ഓരോ കറിയും കഴിച്ച് എന്റെ മാവ് നിന്നെ സല്യൂട്ട് അടിക്കുന്നുണ്ടടി. സൂപ്പർ ആയിട്ടുണ്ട്. ഏയ് ലേറ്റ് രാമപ്പ, ഐ മീൻ സോറി, ലേറ്റ് ആയിട്ടല്ലേ വന്നത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അല്ല, നീ അത് ചെറിയ കുട്ടിയാണോ? നിനക്കെന്താ വാരി തരണ്ട, എടുത്ത് കഴിക്ക്. ഫ്രണ്ട്, കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ വാരി തരട്ടെ? സീതമ്മ, അന്താക്ഷരി കളിക്കാം, വാ ഇരുന്നോ. ഫ്രണ്ട്, നീ ഞങ്ങളുടെ ടീമിൽ. നറുകിട്ടാലോ? എനിക്കാ നറുക്ക് കിട്ടിയത്. മുത്തശ്ശിവാട്. കേട്ടോ? ഓക്കെ. ലക്ഷ്മി എന്നമ്മേ, ഭാഗ്യലക്ഷ്മി എന്നമ്മ, ഹൃദയത്തിൽ വാഴുന്ന ശ്രീദേവിയാണെന്നമ്മ, ലക്ഷ്മി എന്നമ്മ. ഞാൻ പാടിക്കോളാം.
മാമ്പഴം മാമാമ്പഴം മൽഗോവ മാമ്പഴം സേലത്തെ മാമ്പഴം നീ താനേടി എടി നീ താനേടി. അതെ, നമ്മളന്ന് ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായില്ലേ, അതില് ഡാ വെച്ചിട്ടൊരു പാട്ടുണ്ടല്ലോ, അതേതാ? സിനിമയ്ക്ക് പോയിരുന്നോ? ശ്ശോ, നിങ്ങളോടാണല്ലോ ചോദിക്കുന്നത്. അല്ല, ഞാനും മറന്നുപോയല്ലോ. പാസ് 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 സീത, പാസ് പാസ് പ്ലീസ്. ടിക് 1 ടിക് 2 ഒരു മിനിറ്റ്. ടിക് 3 പാസ്. പാസ്. വാ വാ വാ, ഞാൻ പാടിത്തരാം. ഡാ വെച്ചിട്ടല്ലേ? ഡിപ്പിരിടപ്പാൻ 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 ഡി. മോളെ പ്രിയ, നിർത്ത്. ഇങ്ങനത്തെ പാട്ടൊക്കെ കേട്ടാ ലക്ഷ്മി ദേവി വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകും. ആവട്ടെ. ഡിപ്പാരടപ്പാ ഡിപ് പാ. ഫ്രണ്ട് നീ പാട്. പാടടാ. അപ്പൊ മുതലേ ഞാനല്ലേ പാടി ടീമിനെ ജയിപ്പിക്കുന്നേ. ഇനി നീ ഒന്ന് പാടടാ. പാലിസേ ഗണാധിപ പദഗ ദൈവ പാദപ ശൈലജ. ഇന്നാണെങ്കി വർമ്മലക്ഷ്മി ഉത്സവല്ലേ. ഇനി അടുത്ത് തന്നെ ഗണേശ ചതുർത്ഥി വരുന്നുണ്ട്. ഓ. അപ്പൊ ഈ പാട്ടൊന്നിരുന്ന് പാടണേ. ഞാൻ തന്നെ പാടിക്കോളാം. പാ പാ പ്രിയതമാ ഓ പ്രിയതമാ അശോകോ? ഓ പ്രിയതമാ. ഹലോ സർ. ആരത്? സർ, ഞാനാ പ്രിയ. PRIYA P capital. ഇങ്ങത്താ സർ. ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ജോലിയുണ്ട്, റാമിനോട് വേഗം വരാൻ പറ. അല്ല, അത് ഇത് പിടിച്ചോടാ. എന്തോ അത്യാവശ്യ ജോലി ഉണ്ടെന്ന് പെട്ടെന്ന് തിരിച്ചു ചെല്ലാനാ പറഞ്ഞ. ഇറ്റ്സ് ഓക്കെ സർ, ഞാൻ പോയിട്ട് വരാം. ശരി അമ്മേ. അന്താക്ഷരിയിൽ ഞങ്ങളുടെ ടീം ജയിച്ചു. ബൈ ഫ്രണ്ട്. ബൈ. താങ്ക് യു സോ മച്ച്. ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട്. ബൈ പ്രിയ. ബൈ. എത്ര നല്ല കുട്ടിയാ. വീട്ടുകാരെ പോലെയാ കാണുന്നത്. അവന്റെ മനസ്സ് തങ്കോ. സിഹി, വാട്ടർ ബോട്ടിൽ എടുത്തായിരുന്നോ? ആ സീതമ്മ എടുത്തു. അതിന്റെ കൂടെ എനിക്കങ്ങ് വിശന്നു കഴിഞ്ഞാ കഴിക്കാൻ വേണ്ടി ചിപ്സും ബിസ്ക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആ ശരി. ഹലോ സർ. ഗുഡ് മോർണിംഗ് സീത മാഡം. ഗുഡ് മോർണിംഗ് സർ. ബാങ്കുകാർ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തിരുന്നോ? അയ്യോ, വീക്കെൻഡ് ആയതുകൊണ്ട് ബാങ്കുകാരെല്ലാം അവധിയല്ലായിരുന്നോ, അതുകൊണ്ട് അവരോട് സംസാരിക്കാൻ പറ്റിയില്ല. അവരൊന്നും റെസ്പോണ്ട് ചെയ്തില്ലേ സർ? സീത മാഡം, ഈ ബാങ്കുകാരുടെ സ്വഭാവം അറിയില്ലേ? അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ കാലിൽ വീണ് കിടന്ന് സംസാരിക്കും. നമ്മുടെ ആവശ്യമാണെങ്കിലോ ഷട്ടർ അങ്ങ് കുട്ടിയടയ്ക്കും. എന്തെങ്കിലും ഒരു ഡോക്യുമെന്റിന്റെ പേര് പറഞ്ഞ് നാട് നീളം നടത്തും. അതുകൊണ്ടാ ഞാൻ സീതയെ വിളിച്ചത്. സീത മാഡം, എനിക്ക് നിങ്ങളുടെ ബാങ്കിന്റെ സാലറി സ്ലിപ്പ് വേണം. ലോണ്ടറി പേയ്മെന്റിന് എക്സ്റ്റൻഷൻ ചോദിച്ചിട്ടുണ്ട്. സീതയ്ക്ക് ഇത് റീപേയ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ബാങ്കുകാർക്കൊരു വിശ്വാസം വരണ്ടേ, അതിനാ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. സർ, ഞാനത് അന്ന് തന്നെ മെയിൽ ചെയ്തിരുന്നല്ലോ. ഒന്നും കൂടി അയക്കണോ? ഈ മയിലും കൂയിലും ഒന്നും വർക്കൗട്ട് ആയില്ല സീത മാഡം. എന്തായാലും പേപ്പറിന്റെ രൂപത്തിൽ അവിടെ കൊണ്ടുപോയി അവർക്ക് കൊടുത്താലേ ഈ പണി നടക്കൂ. സീത, താനൊരു കാര്യം ചെയ്യ്. സീതയുടെ സാലറി സ്ലിപ്പും കൊണ്ട് നേരെ എന്റെ ഓഫീസിലേക്ക് വന്നേര്. ഇന്നോ സർ? സിഹിയെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവാന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. പാവം ഒരുപാട് ആഗ്രഹിച്ചിരിക്കുക. നോക്ക്, സീത ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഇയാൾക്ക് വേണ്ടി ഇന്ന് കോടതി അവധിയാ. ഓഫീസിൽ തന്നെ ഉണ്ടാവും. വന്നേക്ക്. ഇനി ആര് വിളിച്ചാലും ശരി, കോടികൾ തരാമെന്ന് പറഞ്ഞാലും ശരി, ഈ RP ഇനി വീക്കെൻഡിൽ ജോലി ചെയ്യില്ല. സീതയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ശരി സർ, വരാം. താങ്ക് യു. ശരീരത്തിനല്ലേ പ്രോട്ടീൻ ഷേക്ക്, മനസ്സിന് അവള് തരുന്നൊരു ഹാൻഡ് ഷേക്ക്.
ആർപി ഫുൾ ഹാപ്പി. മോളെ, എനിക്കറിയാം നീ ഇനി എന്താ പറയാൻ പോകുന്നേന്ന്. എന്തു പറയുന്നു? സോറി ചക്കരക്കുട്ടി, ഇന്ന് എങ്ങോട്ടും പോവാൻ കഴിയില്ല. ഒരു ജോലിയുണ്ട്. നീ വീട്ടിൽ തന്നെ കളിച്ചോണ്ടിരിക്കില്ലേ? പ്ലീസ് പ്ലീസ്, ഇതല്ലേ നിനക്ക് പറയാനുള്ളത്? ഞാൻ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഏയ്, എന്തായി ചെയ്യുന്നത്? നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. പ്ലാൻ ക്യാൻസൽ ആയെന്ന് വെച്ചാ അപ്പൊ ഇതൊക്കെ എന്തിനാ? ആര് പറഞ്ഞു പ്ലാൻ ക്യാൻസൽ ആയെന്ന്? എന്ന് വെച്ചാ എന്റെ ചക്കര കുട്ടിക്ക് ഞാൻ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാ അതെനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? അതിനുള്ള റൈറ്റ് എനിക്കില്ല. എന്ന് വെച്ചാ നമ്മള് പുറത്തു പോവാണ്. പക്ഷെ നമ്മുടെ പ്ലാനില് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാ പ്ലാനില് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടെന്ന്. പക്ഷെ പോകുമെന്നുള്ളത് ഗ്യാരണ്ടി. സത്യമായിട്ട് പറയാണോ സീതമ്മ? അപ്പോ ഫോണിൽ ആരോടോ വരാന്ന് പറഞ്ഞല്ലോ. അതാ ഞാൻ പറഞ്ഞ ചേഞ്ച്. നമ്മൾ ഇവിടുന്ന് ഓഫീസിലേക്ക് പോകുന്നു, അവിടുന്ന് ഒരു പേപ്പർ എടുക്കുന്നു, അത് കഴിഞ്ഞ് ലോയറിന്റെ അടുത്തേക്ക് പോകുന്നു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് സമാധാനമായിട്ട് എവിടെ വേണമെങ്കിലും ചുറ്റിക്കറങ്ങാം. പ്ലാൻ ക്യാൻസൽ ആയില്ല. നീ സൂപ്പറാ സീതമ്മ. എന്നാ പോയാലോ? കഴിഞ്ഞത് ഇനിയുണ്ടോ? കഴിഞ്ഞു. എടാ, ഐ ഗസ് ഇതിനെ നമ്മളൊരു ഡെസിഗ്നേറ്റീവ് ടീമിനെ റെഡിയാക്കേണ്ടത് ആവശ്യമാണ്. എന്താണെന്നറിയോ, വർക്ക് അലോട്ട്മെന്റ് ടൈമിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. നീ എന്ത് പറയുന്നു? എന്തു പറ്റി നിനക്ക്? നത്തിങ്. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എന്നെ കൊണ്ട് ആവുന്നതാണെങ്കിൽ ചെയ്യാൻ ഞാൻ. ഒന്നുമില്ല, ഇത് ഞാൻ തന്നെ ചെയ്യേണ്ടത്. ഓഫീസിലെ ചില ജോലിയൊക്കെ നമുക്ക് രണ്ടുപേർക്കും ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടടാ. ഐ തിങ്ക് ഓഫീസിൽ മാത്രമല്ല, വീട്ടുകാര്യങ്ങൾക്ക് കൂടി കുറച്ച് ശ്രദ്ധ കൊടുക്കണമെന്ന് എനിക്ക് തോന്നുക. വീട്ടിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ടെന്ന് തോന്നുന്നു. ആദ്യം അതൊന്നും ശരിയാക്കണോടാ. കറക്റ്റടാ. ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ. ഓഫീസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നീ ഈ രീതിയിൽ തന്നെ ചിന്തിക്കണം. ഇപ്പൊ നീ കറക്റ്റ് റൂട്ടിലാടാ. നീ എന്താ ഈ പറയുന്നേ? ഓഫീസ് ക്യാമ്പും വീടും തമ്മിൽ എന്ത് ബന്ധമാടാ? ഞാൻ എന്താണ് പറയുന്നത്, നീ എന്താടാ പറയുന്നത്? ഐ എം സോറി. നീ എന്താ പറഞ്ഞോണ്ടിരുന്നേ? ഞാൻ നിന്നെ കൺഫ്യൂസ് ആക്കിയെന്ന് തോന്നുന്നു. വീട്ടിൽ ഞാൻ കരുതുന്ന പോലെ എല്ലാവരും സ്നേഹത്തിലല്ലടാ. ഓരോരുത്തർക്കും ഇടയിൽ പേരിനൊരു ബന്ധമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഐ മൈറ്റ് ബി റോങ് as well. ചിലപ്പോൾ ഞാൻ വെറുതെ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്നതായിരിക്കും. ബട്ട് അത് ഇവിടുന്ന് എന്തോ പറഞ്ഞോണ്ടിരിക്കില്ലേ? വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പറഞ്ഞോണ്ടിരിക്കുക. ഇൻഫാക്ട് ഞാൻ സീതയുടെ വീട്ടിൽ പോയിരുന്നില്ലേ? അവിടെ എല്ലാവരും എങ്ങനെയാണെന്നറിയോ? അവരുടെ വീടുകൾക്കിടയിൽ ചുവരുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ എല്ലാവരും അവിടെ ഒരേ വീട്ടുകാരെ പോലെ. നമ്മുടെ വീട് എന്ത് വിശാലമാണ്. എല്ലാവരും അവിടെ തന്നെയുണ്ട്. പക്ഷെ ആ കുഞ്ഞു വീട്ടിലുള്ള സന്തോഷമോ സ്നേഹമോ ഒന്നും തന്നെ ഇല്ലടാ. രാമ, പെട്ടെന്ന് നീ ബുദ്ധനാവുകയാണോ? കരുതിയതാ ഇങ്ങനെ തമാശ പറഞ്ഞ എന്നെ കളിയാക്കുമെന്ന്. കളിയാക്കിയതല്ലടാ, നിനക്ക് ഇതിലെങ്കിലും ജ്ഞാനോദയം വന്നല്ലോ എന്ന് ഞാൻ സന്തോഷപ്പെട്ടതാടാ. ഇതിന് ഒരു പരിഹാരമുണ്ട് മഹാപ്രഭു. എന്താ? സൂര്യ പറഞ്ഞതുപോലെ നീ ഒരു കല്യാണം കഴിച്ചാൽ മതി. ഇപ്പോഴല്ലേ നീ ബുദ്ധൻ എന്ന് പറഞ്ഞത്, പിന്നെ കല്യാണത്തെ പറ്റി പറയണോ? ഞാൻ സത്യം പറഞ്ഞതാടാ. നീ നിന്റെ സൂര്യയും എന്ത് കാര്യം പറഞ്ഞാലും അവസാനം ഇവിടെ തന്നെ എത്തുവോ? എല്ലാവർക്കും ഡെസ്റ്റിനി എന്നൊന്നുണ്ടടാ. അത് ആരെ കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. രാമന് കാട്ടിലേക്ക് പോകേണ്ടി വന്നു, ഗൗതമനാണെങ്കിൽ ബുദ്ധനായി തീർന്നു. ഈ ശ്രീരാമൻ കല്യാണം കഴിച്ചല്ലേ പറ്റൂ. ഏയ്, എന്താടാ ഈ പറയുന്നത്? സംബന്ധമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ നീ ഓരോന്നോരോന്നായിട്ട് ലിങ്ക് ചെയ്യുന്നത്? എന്താടാ സംബന്ധമില്ലാത്ത കാര്യം? ഞാൻ ഇന്നല്ല, നീ ഇന്ത്യയിൽ കാല് വെച്ച നാള് മുതൽ എന്റെ തൊണ്ട പൊട്ടിച്ചോണ്ടിരിക്കുക. നീ നമ്മുടെ മാതൃരാജ്യത്ത് കാല് വെച്ച ശേഷം നീ ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടിയെ നീ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? അതുപോലെ കാല് വച്ചതും പെണ്ണിന്റെ മുന്നിൽ വന്നു. ആ പെണ്ണിനെ നിനക്ക് ബന്ധമുണ്ടെങ്കിൽ അതിനെ നീ വീണ്ടും കാണുമെന്ന് ഞാൻ പറഞ്ഞു. ഐ വാസ് സീരിയസ്. ഇല്ലടാ, അത് ഇതുവരെ നീ എന്നോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. നീ ശരിക്കും കേട്ടില്ലെന്ന് പറ. ഞാൻ പറഞ്ഞതാ. അല്ലടാ, ആ കുട്ടി ഒരു വട്ടമല്ല
പിന്നെയും നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇതിലൊരു അർത്ഥമില്ലേ? ഒന്ന് ചുമ്മാതിരിക്കടാ. അങ്ങനെയല്ലടാ. ശരി, നീ അവരുടെ കാര്യം വിട്. അവളുടെ കുട്ടിയായിട്ടുള്ള കണക്ഷൻ നിനക്ക് വലുതല്ലേ? നിനക്ക് അവളെ ഇടയ്ക്കിടയ്ക്ക് കാണണം, ആ വീട്ടിലേക്കൊക്കെ പോണമെന്ന് നിനക്ക് തോന്നാറുള്ളല്ലേ? സത്യം പറ. ജസ്റ്റ് ഷട്ട് യുവർ മൗത്ത് ബ്രോ. നീ ഇംഗ്ലീഷിൽ തെറി പറഞ്ഞാ ഞാൻ ചുമ്മാ ഇരിക്കുന്ന? സത്യം പറ, നീ അവരുടെ കൂടെ ഉള്ളപ്പോഴൊക്കെ നിനക്ക് നല്ല സന്തോഷം കിട്ടാറില്ലേ? നിന്റെ കണ്ണത് പറയുന്നുണ്ട്. നീ ജോലിയൊക്കെ ചെയ്ത് വലിയ നിലയിലെത്തിയാൽ പോലും ഇത്ര സന്തോഷവും സമാധാനവും കിട്ടില്ലടാ. ഹേ, ഇനി എന്താടാ? ജോലിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അതോ വീട്ടിലേക്ക് പോണോ? അല്ലടാ, അങ്ങനല്ല. ശരി, ഞാൻ പോവാ. നിക്ക്, ഇനി ഇതിനെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല. നീ ആ ഡെസിഗ്നേഷൻ ടീമിനെ പറ്റി എന്തോ പറഞ്ഞില്ലേ? അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ. ശരി, അതിനെ കുറിച്ച് അന്വേഷിക്കാം. വാ. ആരും ഇല്ലാത്തപ്പോ എന്തോ ഒരു പേടി തോന്നുന്നല്ലേ? പേടി എന്തിനാ? ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. നോക്ക്, നമ്മുടെ വോയിസ് നമ്മൾ തന്നെ കേൾക്കുന്നുണ്ടല്ലോ. അതിനെ എക്കോ എന്നാ പറയുന്നത്. യാക്കു എന്നാ? യാക്കു അല്ല, എക്കോ. ഒരു സ്ഥലം ഒഴിഞ്ഞു കിടക്കുമ്പോ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് തന്നെ തിരിച്ചു കേൾക്കാൻ പറ്റും. ഓ അതെയോ. എന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കളിക്കായിരുന്നു. ഫയൽസ് ഒക്കെ ഒന്ന് റീവർക്ക് ചെയ്യണം. Okay. ഓൾസോ പുട്ട് ദ എംപ്ലോയീസ് ലോഗിൻ ഡീറ്റെയിൽസ് ആൻഡ് ഓൾ ദാറ്റ്. നിന്റെ ഫ്രണ്ടിന് ഇന്ന് അവധിയാ. ഹായ്. നിന്നെ കുറിച്ച് സംസാരിച്ചപ്പോഴേക്കും നീ വന്നല്ലോ. ഞാൻ പറഞ്ഞതല്ലേ, എപ്പോ നീ എന്നെ കുറിച്ച് ആലോചിച്ചാലും അപ്പൊ തന്നെ ഞാൻ വന്നിരിക്കും. സോറി സർ, നിങ്ങൾ ഇവിടെ ഉള്ളത് അറിഞ്ഞില്ല. ഇറ്റ്സ് ഓക്കെ. നിങ്ങള് വീക്കെൻഡിൽ ഓഫീസിൽ എന്തായി ചെയ്യുന്നത്? ലോയർ സാലറി സ്ലിപ്പ് ചോദിച്ചിരുന്നു. അത് ഞാൻ എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വന്നതാ. നിങ്ങള് എന്നെ ബോസ് തന്നെ വിളിച്ചതാ. സർ, നമ്മുടെ ഓഫീസില് അഡ്വാൻസ് സാലറി പ്രൊവിഷൻ ഉണ്ടല്ലോ അല്ലേ? ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാമല്ലോ അല്ലേ സർ? യാ. അത് സീതയ്ക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. അതിന് നിങ്ങൾ എന്തെങ്കിലും? ഷുവർ. നിങ്ങൾ എംപ്ലോയി ഡീറ്റെയിൽസ് ഒക്കെ HR-ന് ഫോർവേഡ് ചെയ്തോളൂ, അവർ കളക്ട് ചെയ്തോളൂ. സർ, നിങ്ങൾ തന്നെ ഒന്ന് HR-നോട്. ഷുവർ, ഞാൻ സംസാരിച്ചോളാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, വെരി കൈൻഡ് ഓഫ് യു. ഇനി ഒന്നും എന്നോട് ഇങ്ങനെ ചോദിക്കരുത് കേട്ടോ, ശ്വാസം മുട്ടി ഞാൻ ചത്തു. താങ്ക് യു വൺസ് അഗൈൻ. Okay. വെരി കൈൻഡ് ഓഫ് യു സർ. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. ബോസ് അങ്കിൾ, പറയൂ മോളെ. നിങ്ങൾ വളരെ നല്ലതാ. അതെ ഫ്രണ്ട്, നമ്മുടെ ബോസ് വളരെ നല്ലവനാ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കുന്നീ. സീ, കുഴപ്പമില്ല, അവള് ചോദിക്കട്ടെ. ബോസ് അങ്കിൾ, ഇന്ന് സാറ്റർഡേ, എന്റെ ഫ്രണ്ടിന് അവധി വേണം. എന്റെ ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ വെളിയിൽ പോക്കോട്ടെ? പ്ലീസ്, പ്രിട്ടി പ്ലീസ്. പ്രിട്ടി പ്ലീസ്. ഓ മോളെ, യു ആർ സോ ക്യൂട്ട്. ഞാനും സീതമ്മയും പുറത്തേക്ക് പോവുകയാണ്. ഈ ഫ്രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഫുൾ ഹാപ്പി. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ആരും ഇല്ലല്ലോ, സീതമ്മയും ഞാനും മാത്രം. എന്നാലും നിനക്ക് ഈ ഫ്രണ്ടിനെ തന്നെ വേണോ? നിനക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഉണ്ട്, പക്ഷേ ഈ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ ഫുൾ ഹാപ്പിയാ. ഇവരെന്നെ ചിരിപ്പിച്ചോണ്ടിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്റെ ലൈഫിലെ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ഇതായിരിക്കും. ബോസ് അങ്കിൾ, എന്റെ സീതമ്മ എന്ത് ചോദിച്ചാലും ഉഷ് ഉഷ് എന്ന് പറഞ്ഞോണ്ടിരിക്കും. നിങ്ങൾ തന്നെ പറ. സ്മോൾ കിഡ്സ് ജോളിയായി എന്തെങ്കിലും കളിച്ചോണ്ടിരിക്കണ്ടേ? കറക്റ്റ് കാര്യടി മോളെ. എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജാക്കറ്റ് ഒക്കെ വലിച്ചു കീറി നിന്റെ കൂടെ ജോളിയായിട്ട് ഇവിടെ കളിച്ചോണ്ട് നടന്നേനെ. സർ, അവൾ അങ്ങനെയാ പടപടയെന്ന് സംസാരിച്ചോണ്ടേയിരിക്കും. സോറി. ഇറ്റ്സ് ഓക്കെ, ബട്ട് ഷി ഹാസ് എ പോയിന്റ്. വീക്കെൻഡ്സിൽ ജോലിയോട് ഗുസ്തി പിടിക്കാൻ വേറെ ആർക്കാ ഇഷ്ടം, അല്ലേ റാം? ഐ ഹാവ് ഡിസൈഡഡ്. ആസ് എ ബോസ് നിന്നോട് ഞാൻ ഓർഡർ ചെയ്യാണ്, ഇന്ന് മുഴുവനും നീ കുട്ടിയുടെ കൂടെ ഉണ്ടാവണം. സർ, അവള് വെറുതെ കുട്ടിക്കളി കളിക്കുന്നതാ. നോ 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 നോ, ബട്ട് ഐ എം സീരിയസ്. റാം, ഗോ വിത്ത് ഹർ. ഇന്ന് മുഴുവനും ഇവളെ ഹാപ്പി ആയിട്ട് നിർത്തുന്നതാണ് നിന്റെ ജോലി. ഓക്കെ, ബൈ ബൈ. ബോസ് അങ്കിൾ, ആ. നിങ്ങൾ വളരെ നല്ലവനാ. താങ്ക് യു.
യു വെൽക്കം. ബൈ. ഫ്രണ്ട് പോയാലോ? സീതമ്മ വാ. തനിക്ക് വേറെന്തോ ഒരു ജോലി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈസ് ഇറ്റ് ഓക്കെ? ഇവള് വാശി പിടിച്ചു കഴിഞ്ഞാ പിന്നെ ഓക്കെ ആയാലേ പറ്റൂ. ശരി. സിഹി, ഒരു സെക്കൻഡ് ഇപ്പൊ വരാം. എവിടേക്കാ? വരാം, 1 മിനിറ്റ്. അശോക, എന്തു പറ്റി? പുറത്തോട്ട് പോകാൻ എന്നെ വിട്ടിട്ട് കയ്യിൽ 5ന്റെ പൈസ ഇല്ല. നീ പൈസ തന്നേ. ദേശായി ഗ്രൂപ്പ് തന്നെ നിന്റെ, എന്നിട്ട് എന്റെ പോക്കറ്റിൽ കഴിയുന്ന ഇങ്ങതാ. ഏയ്, നീ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. 5ന്റെ പൈസ ഇല്ല കേട്ടോ. ഓ, ഡിജിറ്റൽ ഇന്ത്യയാടാ. ക്യാഷ് ഒക്കെ എന്തിനാ ഇങ്ങോട്ട് തന്നെ നീ? ഓൾഡ് സ്കൂളാടാ, മതിയോ? എടാ ഡേയ്, മൊത്തത്തിൽ കാലിയാക്കിയോ? ശരി, നമുക്ക് പോവാം. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നാട് ചുറ്റി കാണാൻ. വെരി ഗുഡ്. നാട് ചുറ്റി കാണുന്ന കുട്ടികൾക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് എങ്കിലും വേണം. വാ, കൈയടിച്ചേ. അതെ, ചെറിയൊരു ജോലി ഉണ്ട് ആ ലോയറിന്റെ ഓഫീസില്. ഞാനത് ചെയ്തു തീർത്തിട്ട് വരാം. നിങ്ങൾ എന്താ ഇനി അങ്ങോട്ട് വരാൻ നിൽക്കുവാണോ? പാവം, ഞാൻ കാരണം നിങ്ങളുടെ വീക്കെൻഡും കുളവായല്ലേ. ബോസ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങളിങ്ങനെ വരണോന്നൊന്നുമില്ല. ഞാൻ ബോസിനോട് പറഞ്ഞോളാം. ഇത് ചീറ്റിംഗാ. നീ ഇനി ചീറ്റിംഗ് ചെയ്താ ഞാൻ നിന്റെ കൂടെ വരുവേയില്ല. എന്റെ അടുത്ത് മാത്രം നുണ പറയരുതെന്ന് പറഞ്ഞാ മതിയോ? നിനക്കെന്താ എല്ലാരോടും നുണ പറയാൻ പറ്റുമോ? നീ ഒരു ഡ്രാമ ക്യൂനാ. അയ്യോ ഫ്രണ്ട്, ഞാൻ വന്നോളാന്നേ. ലെറ്റ്സ് ഗോ. ബാ ഫ്രണ്ട്, ഇന്ന് നീയും ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. ഡോണ്ട് വറി, ഞാനും നിന്റെ കൂടെ ഹാപ്പി ആയിട്ട് വരും. എനിക്ക് വരെ പണിയൊന്നുമില്ലല്ലോ. വീട്ടിലോട്ടേക്ക് ഇരുന്നാ ബോറടിക്കില്ലേ? ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഓട്ടോ വരുന്നുണ്ട്. ഓട്ടോ? ഓട്ടോ? അതെ, പ്ലീസ്, ഞാൻ തന്നെ വിളിച്ചോളാം.